ഞാൻ ഡോക്ടർ MP മണി. ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് മാനസിക സംഘർഷം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒരു വലിയ ചർച്ചാ വിഷയമാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് റഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്ന പൗലോ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയുണ്ടായി. കണ്ടീഷൻഡ് റിഫ്ലക്സ് എന്നാണ് അദ്ദേഹം ആ സിദ്ധാന്തത്തിന് പേരിട്ടത്. ശരീരത്തിൽ മനസ്സിൻ്റെ മൂഡ് അദ്ദേഹം പറഞ്ഞതാണ് റിഫ്ലക്സ്. ഇത് ചെലുത്തുന്ന സ്വാധീനമായിരുന്നു അതിലെ പ്രതിപാദ്യ വിഷയം. കുറേ കാലമായി വൈദ്യശാസ്ത്ര രംഗത്ത് സജീവ ചർച്ചയാണിപ്പോൾ. നമ്മുടെ ചുറ്റുപാട് അന്വേഷിച്ചാൽ അറിയാം, ഒരുപാട് രോഗികൾ അവർ സ്ഥിരമായിട്ട് പറയുന്നൊരു ഭാഷയുണ്ട്, എവിടെ പോയി പരിശോധിച്ചാലും രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നടുവേദനക്കാർ, തലവേദനക്കാർ, ഇങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു നടക്കണ്ടായിരിക്കും. ഈ രോഗത്തിൻ്റെ കാരണം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള എളുപ്പത്തിലുള്ള മറുപടി ഇല്ലാത്തത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ ഒരുപാട് രോഗികൾ ഇതുപോലെ വന്നിട്ട് പറയും എവിടെ പോയി ചികിത്സിച്ചാലും മാറുന്നില്ല. വേറെ ചില രോഗികൾ പറയുന്നൊരു പ്രത്യേകതയുണ്ട്, ഏത് ഡോക്ടറെ കണ്ടാലും ആദ്യം തരുന്ന മരുന്നുകൾക്ക് നല്ല റിസൾട്ടായിരിക്കും, പിന്നെ റിസൾട്ട് ഇല്ലാതെ പോയിട്ട് തീരെ ഭരിക്കാതെ നമ്മൾ വേറെ ഡോക്ടറെ കാണാൻ പോയിട്ട് അവിടെ ഈ ആദ്യത്തെ വലിയൊരു തമാശയാണ് ഈ കാര്യം. അപ്പോൾ ഈ ആദ്യത്തെ ഇപ്പോൾ തലവേദനയ്ക്കൊരു ഡോക്ടറെ കാണാൻ രോഗി ചെല്ലുമ്പോൾ തലവേദനയ്ക്കുള്ള മരുന്നുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരം വ്യക്തികളിൽ ആദ്യത്തെ കുറിപ്പടിയിലെ മരുന്നുകൾ നല്ല ഫലം ചെയ്യുന്നതായിരിക്കും. ഇവിടെ മനസ്സാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ഘടകം. മാനസിക സംഘർഷം, ഉത്കണ്ഠ, ഭയം, വിഷാദം, അസൂയ, ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ ശരീരത്തിൻ്റെ രസതന്ത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതിൻ്റെ ഫലമായാണ് ഒരുപാട് പേര് ഇപ്പോൾ രോഗികളാകുന്നത്. അത് മാത്രമല്ല, ഈ രോഗികളാകുന്നവരിൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ ക്യാൻസർ, ഈ ക്യാൻസറാണെന്ന് ആദ്യം കേൾക്കുമ്പോഴേ രോഗിയുടെ വയറിലൊരു കാളിച്ചുണ്ടാകും, ഒരു ഞെട്ടലുണ്ടാകും, അതുകൊണ്ടൊരു ഭയം ഉടലെടുക്കും. ജീവിതത്തിൻ്റെ അവസാന വാക്കാണ് ക്യാൻസർ എന്നാണ് ഇപ്പോഴും പലരും ചിന്തിക്കുന്നത്. സത്യത്തിൽ ക്യാൻസർ അല്ല വില്ലൻ, ഈ ഭയമാണ് വില്ലൻ. ക്യാൻസർ കൊണ്ടാരും മരിക്കണമെന്നില്ല. അപ്പം ഇത്തരം വ്യക്തികൾക്ക് ഈ ചികിത്സ ഫലപ്രദമാകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നമ്മളിപ്പോൾ ഈയിടെ പല വാർത്തകളിലും വായിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ, ഈ രോഗിയുടെ ശരീരം മരുന്നുകളോട് പ്രവർത്തിക്കുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു ശാസ്ത്രമാണ്. നമ്മളിപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ചികിത്സാരംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം. ഏത് രോഗിയായാലും ഏത് രോഗമായാലും ഈ ചികിത്സയോടൊപ്പം രോഗിക്ക് മനഃശാസ്ത്ര സമീപനങ്ങൾ ഉണ്ടാകണം ചികിത്സയുടെ കൂടെ. കാരണം രോഗി ആത്മവിശ്വാസമുള്ളവരായി മാറുമ്പോഴാണ് ഈ ചികിത്സ ഫലപ്രദമാകുന്നത്. പെട്ടെന്ന് ഈ വരുന്ന രോഗികളോട് ഒരു പ്രയാസമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം അവർ അംഗീകരിച്ചത് വരില്ല. ആദ്യം അവർ ചോദിക്കുന്നതും ശരിയല്ല. ആദ്യം രോഗിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം, ഏത് ഡോക്ടറായാലും. ഈ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഒരുപാട് രോഗികൾ പറയുന്നത് മുഴുവൻ പറയാൻ കഴിയുന്നില്ല, അപ്പോഴേക്കും ഡോക്ടർ കുറിപ്പ് എഴുതി തന്നതാണ്, ഇത് കഴിച്ചിട്ട് വരും എന്ന് പറഞ്ഞുള്ളത്. അതും ശരിയല്ല. ഓരോ രോഗിക്കും പറയാനുള്ളത് മുഴുവൻ ഡോക്ടർ കേട്ടിരിക്കണം. അപ്പം മാനസിക സംഘർഷം ഉണ്ടോ ഇല്ലേ എന്നറിയാൻ, പ്രത്യേകിച്ച് ഈ പുറംവേദനക്കാരും മൈഗ്രൈൻ തലവേദനക്കാർ, ആസ്തമ രോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, ഇങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ ഈ വളരെ സാവകാശം രോഗിയോട് ചോദ്യം ചോദിക്കാം, ഈ ഉറക്കം പിടിക്കുന്ന സമയത്ത് ഞെട്ടൽ അനുഭവപ്പെടാറുണ്ടോ എന്നുള്ളത്. വളരെ സിമ്പിളാണ് ചോദ്യം. കടുത്ത മാനസിക സംഘർഷമുള്ള വ്യക്തികളെല്ലാം ഉറക്കം പിടിക്കുന്ന സമയത്ത് ഞെട്ടാറുണ്ട്, ഞെട്ടൽ അനുഭവപ്പെടും. ഒരുപാട് പേര് നല്ല ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ടുള്ള സ്വപ്നം കാണും. വേറെ കുറേ പേരുണ്ട് ഒരുപാട് ഭയപ്പെടുന്ന സ്വപ്നങ്ങൾ കാണും. ഇതെല്ലാം നമ്മുടെ ഋഷിശാസ്ത്രമായ പൗലോ പറഞ്ഞാണ് സ്ഥിതി. റിഫ്ലക്സാണ്, മനസ്സിലെ ചിന്തകളുടെ പ്രതിഫലനമാണ്. അപ്പോൾ നമ്മൾ ചികിത്സ എന്ന് പറയുമ്പോൾ ഏത് രോഗമായിക്കോട്ടെ ഒരു മനഃശാസ്ത്ര സമീപനം കൂടെ ഉണ്ടാകണം. ഈ പ്രത്യേകിച്ച് ഇത് കാര്യമായ രോഗമൊന്നുമല്ല, ഇത് മാറാനുള്ളതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഒരുപാട് ആത്മവിശ്വാസം വർദ്ധിക്കും. ഭയപ്പെടരുത് എന്നുള്ളതാണ് സത്യം. കാരണം ഭയപ്പെടുമ്പോൾ രോഗം വർദ്ധിക്കുന്നത് മാത്രമല്ല, മരുന്നുകൾ ഫലപ്രദമാകുന്നില്ലെന്ന് മാത്രമല്ല, ഈ രോഗിയുടെ പ്രതിരോധ ശേഷി തകർന്ന് തരിപ്പണമാകുന്നു എന്നുള്ളതാണ്.
മാത്രമല്ല ഈ ഗവേഷകർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഈ കൂലിപ്പണിക്കാർ, പുറമ്പോക്കിൽ ജീവിക്കുന്നവർ, നാടോടികൾ, ഇത്തരം വ്യക്തികളാണ് നല്ല ആരോഗ്യശീലങ്ങൾ കാര്യമായി ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവർ. അവരിൽ രോഗികളുടെ എണ്ണം കുറവാണ്. കാരണം അവർക്ക് മാനസിക സംഘർഷം മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ ഏത് രോഗം വന്നാലും രോഗികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്.